ഹായ് മക്കളെ, ക്രിസ്മസ് എക്സാം ആണ്, ഫിസിക്സ് ആണ്, പൊളിക്കണം നമുക്ക്. സോ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ എപ്പോഴും കാണാൻ സാധ്യതയുള്ള, എപ്പോഴും ഉള്ള, എന്തായാലും ചോദിക്കുമെന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് സീൽ അടിച്ച് തരാൻ പറ്റുന്ന ചോദ്യമാണ് ഡയഗ്രാംസ് ഓറിയന്റഡ് ആയിട്ട് ഒരു ചിത്രം തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്. സോ നമ്മുടെ ഈ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഡയഗ്രാംസും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയ്ക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഉറപ്പിച്ച ചോദ്യമാണ്, സീൽ അടിച്ച് തരാം. 100% ഷുവറാണ് ഇതിൽ ഏതെങ്കിലുമൊക്കെ ചോദിക്കും. റൈറ്റ്, സോ ഓരോന്നായിട്ട് കിടക്കാം. സോ ആദ്യത്തെ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇത് എന്താ സാധനം ഒന്ന് നേരെ സൂക്ഷിച്ച് നോക്കിക്കേ. എല്ലാവർക്കും തെറ്റും. എല്ലാവരും പറയും DC മോട്ടർ എന്ന്, എല്ലാവരും പറയും DC ജനറേറ്റർ എന്ന്. ആക്ച്വലി ഇതെന്താണ്? ഇത് മോട്ടറാണ്. എങ്ങനെ മനസ്സിലാക്കി എടുക്കാം എന്ന് പറഞ്ഞു വെച്ചാൽ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ബാറ്ററിയാണ്. ബാറ്ററി ആണെങ്കിൽ മനസ്സിൽ ഉറപ്പിച്ചോ, അത് DC മോട്ടറാണ്. എന്താ മക്കളെ? DC മോട്ടറാണ്. ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളിലോട്ട് കിടക്കാം. നെയിം ദ ഡിവൈസ്. ഇറ്റ് ഈസ് എ മോട്ടർ. DC മോട്ടറാണ്. റൈറ്റ് ദ എനർജി ട്രാൻസ്ഫോർമേഷൻ ഡ്യൂറിങ് ദിസ് പ്രോസസ്, അല്ലെങ്കിൽ ഇതിൻ്റെ വർക്കിംഗ് സമയത്തുള്ള ഊർജ്ജമാറ്റം എന്താണ്? എനർജി ട്രാൻസ്ഫോർമേഷൻ എന്താണ്? മക്കളെ, മോട്ടർ എവിടെയൊക്കെയാണ് ഉള്ളത്? ഫാനിൽ മോട്ടർ ഉണ്ട്, മിക്സിയിൽ മോട്ടർ ഉണ്ട്, ഗ്രൈൻഡറിൽ മോട്ടർ ഉണ്ട്, കറങ്ങുമ്പോഴൊക്കെ മോട്ടർ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സോ മോട്ടറിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? സ്വിച്ച് ഓൺ ആക്കിയാലേ ഫാൻ തിരിയത്തുള്ളൂ. സോ ഇലക്ട്രിക്കൽ എനർജിയാണ് എന്തായിട്ട് മാറുക? മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈദ്യുത ഊർജ്ജം എന്തായിട്ട് മാറുന്നു? യാന്ത്രിക ഊർജ്ജമായിട്ട് മാറുന്നു. ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു മെക്കാനിക്കൽ എനർജി. അടുത്ത, വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ഡിവൈസ്? ഈ ഉപകരണത്തിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? എന്താ മക്കളെ? മോട്ടർ അല്ലേ? സോ സിമ്പിളായിട്ട് പറഞ്ഞോ, മോട്ടോർ പ്രിൻസിപ്പിൾ. എന്താ മോട്ടോർ പ്രിൻസിപ്പിൾ? ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകം ഒരു കാന്തിക മണ്ഡലത്തിൽ കൊണ്ടുപോയി വെച്ചാൽ അതിനകത്തൊരു ബലം ഏർപ്പെടും. അടുത്ത്, നെയിം ദ പാർട്സ് ABC. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. A എന്ന് പറഞ്ഞാൽ എന്താണ്? A എന്ന് പറഞ്ഞാൽ ആർമേച്ചർ ആണ്. B എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്ററിംഗ് ആണ്. C എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഷസ് ആണ്. സോ ഈ പാർട്സ് എല്ലാം മനസ്സിൽ ഉറപ്പിക്കുക. ഇത് പഠിക്കുക, പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് വൺ. അടുത്ത നമ്മുടെ സ്വന്തം എന്താണ് മക്കളെ? ലൗഡ് സ്പീക്കറിൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. ഇതിലും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നെയിം ദ പാർട്സ് ABC എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. A എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഡയഫ്രം ആണ്. B എന്ന് പറഞ്ഞാൽ അറിയാം, വോയിസ് കോയിലാണ്. C എന്ന് പറഞ്ഞാൽ അറിയാം, മാഗ്നറ്റ് ആണ്, ഫീൽഡ് മാഗ്നറ്റ് ആണ്. റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ഡയഫ്രം. ഡയഫ്രത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്? എല്ലാത്തിൻ്റെയും വർക്കിംഗ് പഠിച്ചു വെച്ചോ. ഡയഫ്രം ഒക്കെ വളരെ സിമ്പിൾ. മൊത്തത്തിലുള്ള വർക്കിംഗ് പറയാം. ഈ കണക്റ്റിംഗ് വയറിലൂടെ നമ്മൾ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വോയിസ് കോയിലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. വോയിസ് കോയിലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ആ വോയിസ് കോയിൽ എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്, ഒരു കാന്തിക മണ്ഡലത്തിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യില്ലേ? തീർച്ചയായും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതുമൂലം വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യും, കമ്പനം ചെയ്യും. വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്താൽ അതിന് മുന്നിലുള്ള ഡയഫ്രവും വൈബ്രേറ്റ് ചെയ്യും. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് സൗണ്ട് പുറത്തോട്ട് വരുന്നത്. ഇതാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്തത്, വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ഡിവൈസ്? ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് മക്കളെ? മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. അത് മനസ്സിലാക്കണം കേട്ടോ. റെഡി? അടുത്തതിലോട്ട് കിടക്കാം. ഇതിൻ്റെ മലയാളമൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അടുത്തത് നെക്സ്റ്റ് വൺ. ഉത്തരവൊക്കെ തന്നിട്ടുണ്ട്. അടുത്തത് EMI ഇതാണ്. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇത് ജനറേറ്റർ ആണ്. ഇത് ജനറേറ്റർ 2 റിങ്ങുകൾ ഉണ്ടെങ്കിൽ AC ജനറേറ്റർ ആണ്, നോ ഡൗട്ട്. B എന്ന് പറയുന്നത് ഞാൻ ഇവിടെ തന്നെ എഴുതി പോവാ. B എന്ന് പറഞ്ഞാൽ സ്ലിപ്പറിംഗ് ആണ്. A എന്ന് പറഞ്ഞാൽ ബ്രഷസ് ആയിരിക്കും, നോ ഡൗട്ട്. ചോദ്യം എന്താണ്? ഇത് AC ജനറേറ്റർ ആണ്. നെയിം ദ പാർട്സ് AB നമ്മൾ മാർക്ക് ചെയ്തു. ഔട്ട്പുട്ട് ഗ്രാഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. AC ആണെങ്കിൽ നാഗവല്ലിയാണ്. പോസിറ്റീവ് നെഗറ്റീവ് വരച്ച് വെച്ചാൽ മതി. അടുത്ത ചോദ്യം, നെക്സ്റ്റ് വൺ. ട്രാൻസ്ഫോമർ ഓറിയൻറ്റഡ് ആയ ചോദ്യം. ഒരു ട്രാൻസ്ഫോമർ തന്നിട്ട് അത് ഏത് തരം ട്രാൻസ്ഫോമർ ആണെന്ന് ചോദിക്കാറുണ്ട്. ഇവിടെ നിങ്ങൾക്ക് രണ്ടാമത്തെ സെക്കൻഡറി കോയിലിൻ്റെ ചുറ്റുകളുടെ എണ്ണം പ്രൈമറി കോയിലിനേക്കാളും കൂടുതലാണ്. സോ ഇത് ഏതാണ് മക്കളെ? ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും. ഒരു സംശയമില്ല, ഇത് എന്ത് ട്രാൻസ്ഫോമർ ആയിരിക്കും? ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും, നോ ഡൗട്ട്. ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. റൈറ്റ്? കാര്യം മനസ്സിലായില്ലേ? ഈ പറയുന്ന ട്രാൻസ്ഫോമറിലെ ചുറ്റുകളൊക്കെ നമ്പർ തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കും. സപ്പോസ് ഇവിടെ നമുക്ക് അവർ പറയുവാണ് ഇവിടെ 480 എന്ന് എഴുതിയിട്ടുണ്ടാവും, ഇവിടെ ഒരു 1200 എഴുതിയിട്ടുണ്ടാവും, ഇവിടെയുള്ള വോൾട്ടേജ് 12 വോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. സോ ഇവിടെയുള്ള വോൾട്ടേജ് എത്ര എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക, ഏത് ട്രാൻസ്ഫോമറാണ്, ഇത് ഫോമുല യൂസ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ മനസ്സിൽ ഉറപ്പിക്കുക കേട്ടോ. സോ അടുത്തത് ലാസ്റ്റ്, ഇതെന്താ മക്കളെ? ഇതെന്താ ഡിവൈസ്? നിങ്ങൾ തന്നെ പറയണം. ഇത് നമ്മുടെ സ്വന്തം മൈക്കല്ലടാ, മൈക്രോഫോൺ അല്ലടാ. യെസ്, മൈക്രോഫോണാണ്. ഐഡൻറ്റിഫൈ ദ ഡിവൈസ് എന്ന് വെച്ചാൽ മൈക്രോഫോൺ. മാർക്ക് ദ പാർട്സ്. മൈക്രോഫോണിൻ്റെ പാർട്സ് ഒക്കെ എല്ലാവർക്കും അറിയാലോടാ. ഇതെന്താണ്? A എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയഫ്രം ആണ്. B എന്ന് പറഞ്ഞാൽ എന്താണ്? വോയിസ് കോയിലാണ്. എല്ലാവർക്കും അറിയാം. സോ ചോദ്യങ്ങളിലോട്ട് കിടക്കാം. ശ്രദ്ധിക്കുക, ചോദ്യങ്ങളിലോട്ട് കിടക്കാം. ELCB ഒന്നുമല്ല. സോ ഇത്രയേ ഉള്ളൂ, വേറെ ചോദ്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ വർക്കിംഗ് ഞാൻ വേണേൽ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇതിൻ്റെ വർക്കിംഗ് ശ്രദ്ധിക്കണം. ഈ പറയുന്ന വോയിസ് സൗണ്ട് എനർജി വന്നിട്ട് എവിടെ വന്ന് വീഴും? ഡയഫ്രത്തിൽ വന്ന് വീഴും. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. ഡയഫ്രത്തിന് മുന്നിലുള്ള വോയിസ് കോയിലും എന്ത് ചെയ്യും? വോയിസ് കോയിലും വൈബ്രേറ്റ് ചെയ്യും. വോയിസ് കോയിൽ എവിടെ കിടന്നാൽ വൈബ്രേറ്റ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡിലാണ്, കാന്തിക മണ്ഡലത്തിലാണ്. മാഗ്നറ്റിക് ഫീൽഡിൽ മാറ്റം സംഭവിക്കും, കാന്തിക മണ്ഡലത്തിൽ മാറ്റം സംഭവിക്കും. അപ്പോൾ എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സിൽ മാറ്റം സംഭവിക്കും, കാന്തിക ഫ്ലക്സിൽ മാറ്റം സംഭവിക്കും. EMF ഇൻഡ്യൂസ് ചെയ്യും, കറണ്ട് ഫ്ലോ ചെയ്യും.
ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വേറെ ഒന്നുമില്ല. ഇതിന്റെ പ്രവർത്തന തത്വം എന്ന് വെച്ചാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അത് മനസ്സിലാക്കുക, പാർട്സ് മനസ്സിലാക്കുക, വർക്കിംഗ് മനസ്സിലാക്കുക. ഇതിനപ്പുറം ഡയഗ്രാമിൽ നിന്ന് ഒരു ചോദ്യവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. സോ 5 ഡയഗ്രാം, 5 6 ഡയഗ്രാംസ് പഠിച്ചു, എല്ലാം യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഡയഗ്രാംസിനപ്പുറം പരീക്ഷയിൽ ചോദ്യമൊന്നും ചോദിക്കില്ല മക്കളെ. അടിപൊളിയായി ക്ലിഞ്ചറായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓരോ ഡയഗ്രാമും അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതിന്റെ പാർട്ടും അതിന്റെ വർക്കിങ്ങും അതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യവും പഠിച്ചു വെക്കണം. പൊളിക്കണവട പരീക്ഷ, തകർക്കണവട.